ഹലോ ഗായ്സ്, അപ്പം മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം ഞാൻ നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തതുപോലെ നമ്മുടെ അത്തം തട്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് ഗായ്സ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ അത്തത്തിന് വേണ്ടി അമ്മ പൂക്കളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്നത് അത്തത്തട്ടിൻ്റെ അടുത്തേക്കാണ്. എങ്ങനെ ഇടുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നമ്മുടെ പോലുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകൾക്ക് പുതുമ നിറഞ്ഞൊരു കാര്യമായിരിക്കും ഗായ്സ്. അപ്പം നമുക്ക് എന്തായാലും നമുക്കിത് കാണണം. അപ്പോൾ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് ബാക്കി നേരെ അത്തത്തട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടെ. ഓക്കെ ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അത്തപ്പൂക്കളും എല്ലാം നമ്മൾ ഇന്നലെ ഇട്ട അത്തമെല്ലാം നമ്മളെടുത്ത് മാറ്റിയാണ് ഗായ്സ്, അല്ലേ അമ്മ? മാറ്റി ഇനി എന്ത് ചെയ്യും? ചാണകം മെഴുകും. ഒന്നേന്ന് ഇനി ചാണകമൊക്കെ മെഴുകി നല്ല സൂപ്പറാക്കി എടുക്കും നമ്മൾ. അപ്പോൾ 10 തട്ടാണ് ഗായ്സ്. 1 2 3 4 5 6 7 8 9 10. ഈ നടുക്കിരിക്കുന്ന ഗണപതിയാണ്. ഈ ഗണപതിക്കും നമ്മൾ ഒരു പൂവ് വെച്ചതിന് ശേഷം 10 തട്ടും ആദ്യം നമ്മൾ ചാണകം മെഴുകും. ചാണകം മെഴുകിയിട്ടാണ് ഗണപതിക്കും നമ്മൾ പൂ വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഈ പറിച്ചു വെച്ചേക്കുന്ന ഓരോ പൂക്കളും അത്തത്തിനായിട്ട് ഓരോ ഇതളായിട്ട് നമ്മൾ ഇറുത്തെടുക്കും. ഇറുത്തെടുത്ത ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിലോട്ട് വെക്കുന്നത്. ഗായ്സ്, നമ്മുടെ ചാണകമൊക്കെ എടുത്തു. ചാണകം വെച്ച് നന്നായിട്ട്, നമ്മുടെ സിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ ചാണകത്തിന് നാറ്റടിക്കുമ്പോഴേ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇത് കണ്ട, അതാണ് തനി നാട്ടും പ്രദേശം എന്ന് പറയുന്നത് ഗായ്സ്. നമ്മൾ ചാണകം മെഴുകി, അതായത് മഹാലക്ഷ്മിയെ സ്വീകരിക്കുന്നതിന് സമമാണ് ഈ ചാണകം മെഴുകുന്നതെന്നാണ് പറയണം. അപ്പോൾ ചാണകം എല്ലാം മെഴുകി നല്ല രീതിയിലാക്കിയെടുക്കണം. അമ്മ അത്ത എത്ര വർഷമായിട്ടുണ്ട് അമ്മ? കൊച്ചിലേന്നേ എനിക്കിത് ഇഷ്ടമാണ്. ഓ, അതാണ് നല്ല ഒരു പാഷൻ കണക്ക് ഇല്ലേ? കണ്ട ആ വട്ടമൊക്കെ നല്ല മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് കണ്ടാൽ പറയുമോ ഗൈസ്. അത്ര നല്ല അച്ചക്ക വെച്ച് ആള് കൈ കൊണ്ട് കുഴച്ചുണ്ടാക്കിയതാണ് ഈ അത്തത്തട്ടെന്ന് പറയുന്നത്. ഇതാണ് ഗൈസ് ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. പൂക്കളം ഇടാൻ തയ്യാറായി നിൽക്കുന്നു നമ്മുടെ ലിച്ചുകുട്ടി ഗൈസ്. ഒരു ചിരി പാസ്സാക്കിക്കോളൂ. ഒരു ഹായ് പറയൂ. പനിയൊക്കെ പിടിച്ച ആള് നന്നായിട്ട് തളർന്നു പോയി ഗൈസ്. ഇതാ അമ്മ ഇപ്പുറത്തെ സൈഡോട്ടായിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ മെഴുകിയെടുക്കുന്നു. അതാണ് കറക്റ്റ് വേർഡ് അല്ലേ അമ്മ? ചാണകം കൊണ്ട് മെഴുകുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. ചാണകം കൊണ്ട് അഭിഷേകമാണ് ചെയ്യുന്നത്. ചാണകം അത് ചെയ്ത് അപ്പോൾ ശുദ്ധിയാവും. ഓ, ആ തട്ട് ശുദ്ധിയാവും. പഴയതിൻ്റെ അതെല്ലാം എടുത്ത് കളഞ്ഞില്ല, ശുദ്ധിയാക്കണതാണ് ചാണകം. അത് ക്ഷേത്രങ്ങളിലും ചാണകം ഗോമൂത്രവും അത് കഴിഞ്ഞ അവിടെ. ഇപ്പം പിന്നെ ചാണകം കിട്ടാത്ത സ്ഥലങ്ങളിൽ അവർ തീർത്തം തെളിഞ്ഞു. എന്നിട്ട് നമുക്ക് കുറച്ച് താഴെ കൂടെ അല്ലേ ഡെക്കറേഷൻ, നമ്മളെ ബാക്കിയുള്ള ഡെക്കറേഷൻ, യഥാർത്ഥ ആക്ച്വൽ ഡെക്കറേഷൻ വരുന്നത് ഇനി നമ്മളെ തിരുവോണത്തിൻ്റെ അന്നാണ്. അന്ന് നമ്മൾ വേറെ പൂവൊക്കെ വാങ്ങിച്ച് പുതിയ അത്തം മോഡലൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇടൂലേ, നമ്മളെ സിറ്റിയിലും എല്ലായിടത്തും കാണുന്ന അത്തമൊക്കെ ഇതിൻ്റെ ചുറ്റും ഇട്ട് നമ്മൾ സെറ്റാക്കും. നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ചെമ്പരത്തി ഉണ്ട്, പിന്നെ മഞ്ഞ അരളിയ, വേറെ എന്തെങ്കിലും പേരുണ്ട് നമ്മളിവിടെ. ഞാൻ ഇതിനെ മഞ്ഞ അരളി എന്നാണ് പറയണത് ഗൈസ്. കറക്റ്റ് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പേരിടാം. ഓക്കെ. അപ്പം ഈ പൂവുണ്ട്, പിന്നെ അതാ ഈ പൂവുണ്ട്. പിന്നെ ഗൈസ് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് കണ്ടാ ചെമ്പരത്തി കണക്കിരിക്കുമെങ്കിലും ഇത് ആക്ച്വലി ചേഞ്ചിങ് റോസ എന്നാണ് ഇതിനെ പറയണം.
ഈ കളർ ആയിരിക്കില്ല വൈകുന്നേരത്തെ കളർ ഗൈസ്. വൈകുന്നേരം ഇതിന്റെ കളർ മാറോ ഇല്ലെന്ന് എന്തായാലും നമുക്ക് കണ്ടിട്ട് പറയാം. കാരണം എനിക്കിത് പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇത് റോസ് കളർ ആവുമെന്നാണ് നമ്മൾ പറയണം. അപ്പം നമുക്ക് ഇത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിച്ചു കുട്ടിക്ക് നമ്മൾ ഗണപതിക്ക് വെക്കാൻ കൊടുക്കുന്നു. ഗണപതിയെ വെക്കാൻ പോയാണ്. ചാണകത്തിൽ തന്നെ കണ്ട ഓ വാട്ട് എ പ്രൊഫഷൻ ഗൈസ്. എന്ത് പാഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ, എന്ത് സൂപ്പറായിട്ട് വെച്ചേക്കണം നോക്കിയാണ്. നമ്മളൊക്കെ ഉരുട്ടിയ വല്ല ഉരുളയാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ലിച്ചുകുട്ടി. എത്തണില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ 5 തട്ടില് അല്ലേ, 5 തട്ടാണെന്ന് വെക്കാൻ പോണ അനിഴം നാളാണ്. അപ്പോൾ ആദ്യം ഗണപതിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെതാ അത്തത്തട്ടിലെ ആദ്യത്തെ തട്ടുതാ നമ്മുടെ ലിച്ചുകുട്ടി അമ്മയും കൂടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്തോ ഭംഗിയാണല്ലേ ഗൈസ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഈ അത്തത്തട്ടെന്ന് പറയണത് അത്ര പോപ്പുലർ, നമ്മുടെ സിറ്റിയിൽ എല്ലാം പോയി കിളി പോയി. അപ്പോൾ നമ്മുടെ സിറ്റിയിൽ ഈ അത്തത്തട്ടെന്ന് പറയണത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം അല്ല. കാരണം അവിടെ എല്ലാവർക്കും എന്ത് ചെയ്യില്ല, ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല ഗായ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഗ്രാമത്തിൽ ഓണം എന്ന് പറയുമ്പം ഞാൻ പറയണതിനെ കാട്ടി നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗായ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കണ്ടോ നമ്മുടെ ലിച്ചുകുട്ടി എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞാണ്. ഹാപ്പി ഓണം അല്ലേ? അയ്യോ, ഞാനത് നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയാൻ മറന്നു ഗായ്സ്. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഗായ്സ്. നമുക്ക് അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തോളം ഓണം എന്നാണ് പറയുന്നത്. നാട്ടിൻ പ്രദേശത്തൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഉത്രാട വിളക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ആ ദിവസം വരുമ്പോൾ നമ്മൾ വ്ളോഗ് എടുത്ത് കാണിച്ചു തരും. ഉത്രാട വിളക്ക്, പിന്നെ അത്തം ഇടും, അത്തം ഇളക്കുന്നത്, പിന്നെ ഓണത്തപ്പം വരും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓണാഘോഷം ഒക്കെ ഇവിടെ ഉണ്ട് ഗായ്സ്. അപ്പം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അത്തം എന്തൊക്കെയാണ്, എങ്ങോട്ട് പോകുന്നു, ഏത് വഴി എത്തി എന്നൊക്കെ നമുക്ക് നോക്കാം. അമ്മ രണ്ടാമത്തെ തട്ട് വെച്ചല്ലേ അമ്മ ഈ നമ്മളെ ഓഡിയൻസിൻ്റെ അടുത്ത് ഈ ഓണത്തെ പറ്റി എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാമോ? എക്സ്പീരിയൻസ് ഇത് എന്നെ ഓണം സന്തോഷം. ഞാൻ ഇടുമ്പോൾ മനസ്സ് സന്തോഷമാവും. സ്വന്തമായിട്ടല്ലേ പൂക്കൾ പോയി പറിച്ച് കൊണ്ടുവന്ന് വിലയ്ക്ക് വാങ്ങിക്കുന്ന, പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പൂവിനേക്കാളും വില ഈ പൂവിനാണ്. ഇങ്ങനെ കണ്ട കാഴ്ച. അപ്പം നമുക്ക് എത്ര ഇട്ടാലും ഇതിൽ നമുക്ക് തികയില്ല എന്ന് വരില്ല. ഓക്കെ ഇല്ലെങ്കിൽ പോലും അധികം വരും, അത് ഉറപ്പാണ്. നമ്മൾ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 6 വർഷമാണ് ഗൈസ്. അപ്പോൾ ഇത്രയും നാൾ അത്ത ഇട്ടപ്പോഴും എക്സ്ട്രാ പൂക്കളല്ലേ നമുക്ക് അത് കാണും. അങ്ങനെയൊന്നും വേണ്ട, ഇഷ്ടം പോലെ പൂ. അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ ഇവിടെയുള്ള ആളുകളാണെങ്കിൽ പറയണമെന്ന് വെച്ചാൽ നീ എന്തിനു ചോദിക്കണം, നീ പോയി പറിച്ചോ പൂ പറിച്ചോ എന്നാണ്. അപ്പോൾ അത്ര ഈ അത്തത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നിക്കണ ഭക്തിയാണ്. ഭക്തിയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓണം വന്നെന്ന് അറിയണതേ ഈ അത്തം ഇടുമ്പോഴാണ് ആ ഓണം എത്തിയിരുന്നത്. മുറ്റത്ത് ഇറങ്ങുമ്പോൾ എന്തൊരു ഐശ്വര്യമാണ്. ലിച്ചുകുട്ടിക്ക് ഇപ്പോൾ ലിച്ചുകുട്ടി സ്കൂളിലൊക്കെ പോയി നല്ല നമ്മുടെ ഓണാഘോഷത്തിനും മലയാളി മങ്കയായിട്ടൊക്കെ ഒരുങ്ങി പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു ഗായ്സ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും, ഒരു കാര്യം ഞാൻ പറയാമല്ലോ, ഇത്രയും ലേറ്റായി ഈ വീഡിയോസ് വ്ളോഗ് ഞാൻ നേരത്തെ ഇടണം, ഇവിടെ വന്ന് നേരത്തെ വന്ന് വ്ളോഗ് ഇടണമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ പറ്റാത്തതെന്ന് വെച്ചാൽ മോനും പനിയായി. പിന്നെ ലിച്ചുകുട്ടി അവിടെ സ്കൂളിൽ മലയാളി മങ്കയായിട്ട് ഒരുങ്ങാനൊക്കെ അല്ലേ ലിച്ചുകുട്ടി നല്ല സൂപ്പറായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ച് എല്ലാ കോസ്റ്റ്യൂമൊക്കെ റെഡിയായി. ആൾക്ക് പനിയായിപ്പോയി. വിഷമമില്ലേ മക്കളെ? വിഷമമുണ്ടാ? ടീച്ചറിൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നണ വിഷമമുണ്ടെന്ന്? അങ്ങനെ പറയല്ലേ, നീ അങ്ങനെ ശശിയാക്കിക്കോല്ലേ. അയ്യോ, വിഷമമുണ്ടെന്ന് വിഷമില്ല. നമ്മുടെ അത്തം
ഏകദേശം രണ്ടാമത്തെ റൗണ്ടായി അല്ലേ ഗായ്സ്. ഇന്ന് പിന്നെ വേറൊരു വെച്ചാൽ എൻ്റെ പല്ലൊന്നും ഒടിഞ്ഞു ഗൈസ്. അപ്പം പിന്നെ ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകണം. അതിനുശേഷം പിന്നെ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. അപ്പോൾ അതിന് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകും. അപ്പോൾ എന്തായാലും ഞാൻ അവിടുത്തെ ഡെൻറ്റൽ ക്ലിനിക്കിനെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോൾ അവിടം വരെ ഒന്ന് പോകണം നമുക്ക്. ഓണായപ്പോഴത്തേക്കും ഇവിടുത്തെ പൂക്കളൊക്കെ വിരിഞ്ഞു. നിങ്ങളെൻ്റെ ഷോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഇവിടുത്തെ പൂക്കളൊക്കെ ഇതാ നല്ല രസമുണ്ട്. എന്നുവെച്ചാൽ ഓരോന്നും അത്ര ഒരു എന്താ പറയുക, മഴയത്തും കൂടെ ആയോണ്ടായോന്ന് തോന്നണം. തെറ്റിയൊക്കെ ഇതാ കണ്ട തെറ്റിച്ചെടി ഇഷ്ടം പോലെ ചെടിയുണ്ട്. ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കൊണ്ട് എൻ്റെ കൃഷ്ണ തുളസി. നമുക്ക് ഈ കൃഷ്ണ തുളസിയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലായിടത്തും. നല്ലൊരു ഔഷധ സസ്യമാണ് അല്ലേ. നമ്മളെ ഇവിടുത്തെ അമ്മേരെ ആമ്പൽക്കുളമാണ് കേട്ടോ. അമ്പലമൊന്നുമില്ല, അമ്പലം വന്നിട്ടൊക്കെ പോയി. ഇപ്പോൾ ഇല മാത്രമേ ഉള്ളൂ. വേണ്ട മീനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. വേണ്ട കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മീൻ. കണ്ട 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 അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മീൻ ഓടുന്നുണ്ടോ. മൂന്നാമത്തെ തട്ടും കഴിഞ്ഞു. അമ്മ അത്തം മുതൽ 10 ദിവസം 10 പലകാരം ഇടുമെന്നാണ് പണ്ട് പറയണത്. ഇപ്പം അതൊക്കെ ചുരുങ്ങി കടയിൽ പോയി വാങ്ങിപ്പോണ് ജോലി. എന്നാലും കുറച്ചൊക്കെ ഇടും. ഓണപ്പലഹാരമൊക്കെ ഇവിടെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഓരോ ദിവസം അത്തം 10 വരെ അല്ലേ, തിരുവോണം വരെ അല്ലേ, ഓരോ ദിവസം ഒരു ഒരു പലഹാരം ഉണ്ടാക്കും. അങ്ങനെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കിയാണ് എടുക്കാറ്. പക്ഷെ ഇപ്പോഴായപ്പോൾ ആളുകൾക്ക് ഉണ്ടാക്കാനൊക്കെ മടി തുടങ്ങിയതോടെ കടയിൽ നിന്ന് വാങ്ങിപ്പോയി. ബേക്കറികളുള്ളതുകൊണ്ട് അവിടെ നിന്ന് എളുപ്പപ്പണിയാണ് ആളുകൾ നോക്കണം. മെനക്കെടാൻ നിൽക്കില്ല അല്ലേ അമ്മ? എന്തൊരു ചിരി. ഞങ്ങളെ പനിയൊക്കെ മാറി. അവിടെ ഇരുന്ന് ഭയങ്കര ബഹളം കായ്സ് ഇരിക്കണില്ല. അവന് ഇതൊക്കെ കണ്ടപ്പം നമ്മളെ കൂടെ വരണമെന്ന് തോന്നി. അങ്ങനെ അതാ എൻ്റെ കയ്യിൽ ഞാൻ എടുത്തു. പിന്നെ ഒരു വിധത്തിൽ സമ്മതിക്കൂല. പോയിക്കോട്ടോ, ഹായ് പറ ടാറ്റ വിട് ടാറ്റ പറ ഒരൊറ്റാടി ടാറ്റ പറ ടാറ്റയും കിട്ടും, നല്ല അടിയും കിട്ടും. ടാറ്റ എവിടെ പോണ്? ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. അപ്പോ കിട്ടി, ഓണം ഹാപ്പിയായി. കണ്ട ഗായ്സ്, നമ്മുടെതാ 5ാമത്തെ തട്ട് ഇറങ്ങിയപ്പോ സൂപ്പർ കളറ്. വാവ്, നല്ല രസമുണ്ടമ്മ, നന്നായിരിക്കും. എവിടെ നിന്ന് കിട്ടി രാവിലെ? ഇന്നലെ അമ്മ പോയി പറിച്ചൊക്കെ വെച്ച് ഗായ്സ്. ഉണ്ടാ അറ്റ അയ്യോ എൻ്റെ മൊബൈല് അറ്റ ഇന്ന് ഇറക്കി വിടട്ടാ അതെല്ലാം കൂടെ പൊളിച്ച് കൈ തരും. അമ്മ ഈ ഓണത്തപ്പനെ ഇവിടെ വരുമെന്ന് പറഞ്ഞല്ലേ? ഇത്രയും വർഷം ഞാൻ ഇവിടെ കിടന്നിട്ട് ഓണത്തപ്പനെ മാത്രം ഞാൻ കണ്ടിട്ടില്ല. തളർന്നു പോകണല്ലേ? പക്ഷെ ഇവിടെ അല്ലേ വരേണ്ടത്, ഇത്രയും നല്ല അത്തം ഇട്ടിട്ട്. ഈ ഓണത്തപ്പൻ എന്താ വെച്ചാൽ ഉദ്ദേശിക്കണ മാവേലിയാണ്. മാവേലിയാണെന്ന് ഓണത്തപ്പൻ എന്ന് പറയും. മാവേലി അങ്ങനെ അതായിരിക്കും അങ്ങനെ തന്നെ ഒരു ഉദ്ദേശം. പക്ഷെ അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, കണ്ടിട്ടില്ല. ഓണത്തപ്പൻ വരുന്നത് അതും
അവരെ വേഷം എങ്ങനെയാണ്? തോല് ഒടിച്ച് അവരവരെ ശരീരത്തിൽ വെക്കും. വെച്ചിട്ട് അവർ കളിച്ച് കുറേ ടീമായിട്ട് ചെണ്ടയും കൊട്ടി വരും. ഓ, മറ്റേ ക്രിസ്മസ് അപ്പാപ്പം ഇവര് വാഴയില എല്ലാം വരുന്നത് അവര് ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് വാഴയില വെച്ച് അവർ കിട്ടും. ശരീരം മൊത്തം. ഓ, അങ്ങനെ. തലേന്ന് വരെ തോലുമാടം വരണം എന്നാണ് പറയുന്നത്. തോലുമാടൻ ഇവിടെ ഓണത്തപ്പം വരണം എന്ന് പറയുമ്പം തോലുമാടൻ എന്നാണെങ്കിൽ പറയുള്ളൂ. നമ്മളവിടെയൊക്കെ സിറ്റി ആയതുകൊണ്ട് അവിടെ ഞങ്ങളുടെ ഏരിയ കുറച്ച് ക്രിസ്ത്യൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ഒപ്പം വരുമ്പോലെ ഇവിടെ ഓണത്തപ്പൻ ഈ വാഴയില ഇല വെച്ചിട്ടില്ലേ, അതൊക്കെ ഉണങ്ങിയ ഇലയൊക്കെ വെച്ച് അവർ കെട്ടി നല്ല സൂപ്പർ ആക്കിയിട്ടാണ് അവർ വരണത്. അപ്പോൾ നോക്കട്ടെ ഗൈസ്, പറ്റുമെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരെയാണെങ്കിൽ കാണിച്ചു തരാം, ഉറപ്പായിട്ട് കാണിച്ചു തരാം. അത്രേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അത് പൂർണ്ണമായിട്ട് ഉറപ്പെനിക്ക് തരാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ അത്തപ്പൂക്കളം ദാ റെഡി ആയിരിക്കും. ഇനി നമ്മളൊരു തിരിയും കൂടെ കത്തിച്ചങ്ങ് വെക്കും. കണ്ട, സൂപ്പറായിരിക്കും. കിട്ടോ? ഓക്കെ, എന്താ ഗായ്സ് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ അത്തം. അപ്പോൾ ഗായ്സ് ഇന്ന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ഇന്ന് ചേട്ടൻ്റെ ജന്മനാളാണ്. അപ്പോൾ അനീടം. അപ്പോൾ എന്തായാലും ഹാപ്പി ജന്മനാൾ ചേട്ടാ, അതും കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഞങ്ങളപ്പോൾ കഥാ ഒരു സൂപ്പർ അത്തം അല്ലേ പോകൂട്ടാ, നല്ല സൂപ്പറായിട്ടുള്ളൊരു അത്തം. ഇനി അമ്മതാ അനിഴൊന്നും കൂടെ എഴുതുകയാണ്. നമുക്കറിയണ്ടേ ഏത് ദിവസം ഏതൊക്കെ ഇട്ട് എന്നുള്ള. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യണം. എൻ്റെ പൊന്നു ഗായ്സ്, നല്ല ഒരു കിടുക്കാച്ചി മഴ വരുന്നു. മഴ കൊണ്ട് പോയില്ലെങ്കിൽ ഭാഗ്യം ഗായ്സ്. അത്ര നല്ലൊരു സൂപ്പർ മഴ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ആംബിയൻസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ ഗായ്സ്. നല്ല മഴക്കോളും മരങ്ങളും ഈ കാറ്റും കൂടെ പെയ്ത് മഴവെള്ളം കൂടെ വീഴുമ്പോൾ അന്തസ് സൂപ്പറായിരിക്കും. അപ്പുറത്ത് ആരോ കാര്യമായിട്ടിരുന്ന് ബിഗ് ബോസ് കാണുന്നുണ്ട്. നല്ല ഒച്ചത്തിൽ വോയിസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോയിസ് ചിലപ്പോൾ ഒന്ന് മൈക്കില്ലാത്തതുകൊണ്ട് ഒരു ഇത് വരാം, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം. ഓക്കെ, രാവിലെ ബിഗ് ബോസ് ഒക്കെ ഇട്ട് അങ്ങ് തകർക്കുകയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ അനിഴം കംപ്ലീറ്റ് ആയി അല്ലേ അമ്മ? അങ്ങനെ അനിഴത്തിലെ അത്തം കെങ്കേമമായിരിക്കണു. കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഞാൻ നല്ല സൂപ്പറായിട്ട് കാണിച്ചു കണ്ട നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പൂക്കളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരു പൂക്കളം. അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്തത് ഞാൻ പാലിച്ചിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ഈ ഒരു അത്തപ്പൂക്കളം റെഡിയായി. ഇപ്പോൾ അതായത് 5 ദിവസത്തെ അത്തത്തട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കി 5 ദിവസത്തെയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തിരുവോണം വരെയാണ്. അപ്പോൾ ആ ഇതും ഞാൻ ഓരോ ദിവസം ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ടോ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളിലെത്തിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഗായ്സ്. അപ്പം ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടേതാ അനിഴം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വ്ളോഗുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും ഗായ്സ്. ടിൽ ദെൻ ബൈ.